നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആർക്കും അറിയില്ല അത് എങ്ങനെ നേടിയെടുക്കും. ആഗ്രഹങ്ങൾ പലതുമുണ്ട്, പക്ഷെ അത് എങ്ങനെ നേടിയെടുക്കും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. എങ്ങനെ ദൈവത്തോട് ചോദിക്കണം എന്നുള്ളതും അറിയില്ല. ദൈവത്തിനോട് നമ്മൾ കുറേ കഷ്ടപ്പാട് പറയും, ദൈവം അത് കേൾക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് നല്ലൊരു ജീവിതത്തിൽ നല്ലൊരു വഴിയൊന്നും തെളിഞ്ഞു വരുന്നില്ല. എന്നും ബുദ്ധിമുട്ട്, ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും മറ്റുള്ള സ്ഥലത്ത് ആയാലും എന്നും പ്രശ്നങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന കടവും ഒക്കെ. നമ്മൾ ആഗ്രഹം ഒരുപാടുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് ചോദിക്കാൻ അതിന് വഴികളുണ്ട്. ദൈവത്തിനോട് ചോദിക്കേണ്ട, നമ്മൾ ഏത് ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കുന്നത് അത് ആ ദൈവത്തോട് ചോദിക്കാനുള്ള വഴിയിലൂടെ ചോദിക്കണം. എങ്കിലേ അത് നമ്മളിലേക്ക് എത്തുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മളെ എന്തെങ്കിലും വായിൽ വരുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിലേക്ക് കണക്റ്റഡായി വരുന്ന ആ ഒരു രീതിക്ക് ചോദിക്കണം. എങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മളിലേക്ക് വരും. അല്ലാതെ ദൈവത്തിന് മനുഷ്യരോട് പ്രത്യേകിച്ച് വേർതിരിവൊന്നുമില്ല. ആർക്കും ദൈവത്തിലേക്ക് കണക്റ്റഡായി കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തും. ദൈവം നമുക്ക് കണ്ടറിഞ്ഞ് തരുന്നതാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിനറിയാം. അപ്പോൾ ദൈവം അത് കണ്ടറിഞ്ഞ് നമ്മളിലേക്ക് തരും. പക്ഷെ ദൈവം കണ്ടറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ കുറേ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അതല്ല ദൈവം കണ്ടറിയുന്നത്. നമ്മളിൽ നിന്ന് ദൈവത്തിലേക്ക് പോകുന്ന കണക്ഷനുണ്ട്. ആ കണക്ഷനാണ് ദൈവം കണ്ടറിയുന്നത്. ആ കണക്ഷന് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉള്ളതാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് കൂടുതൽ നെഗറ്റീവായിട്ടാണ് കണക്ഷൻ പോകുന്നതെങ്കിൽ നമുക്ക് കണക്റ്റായി വരുന്നതും നെഗറ്റീവായിരിക്കും. നമ്മളിൽ നിന്ന് പോസിറ്റീവാണ് പോകുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മളിലേക്ക് വരും. അപ്പോൾ അതിന് പോസിറ്റീവായിരിക്കണം നമ്മളിൽ നിന്ന് പോകുന്ന ചിന്തകളും നമ്മൾ പറയുന്ന കാര്യങ്ങളും എല്ലാം. നമുക്കൊന്നും നടക്കില്ല എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ് നമുക്കൊന്നും നടക്കാത്തത്. അപ്പോൾ നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മളതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ 5 മണിയുടെയും 6 മണിയുടെയും ഇടയിൽ എഴുന്നേറ്റിട്ട് അതിന് ചെയ്യേണ്ട മെഡിറ്റേഷനുണ്ട്. അത് ചെയ്യണം. രാവിലെയും വൈകിട്ടും അത് ചെയ്യണം. അത് നമ്മൾ മടി പിടിച്ച് കിടക്കരുത്. മടി പിടിച്ച് കിടന്ന് നമ്മുടെ ഒരു കാര്യവും നടക്കില്ല. നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റൂ. അതിനോട് കൂടെ നമ്മൾക്ക് ആവശ്യമുള്ള ആഗ്രഹങ്ങൾ എന്താണോ അതും അതിൻ്റേതായ രീതിയിൽ അത് ചോദിക്കണം. അത് ചോദിച്ചാലേ കിട്ടും. അത് എങ്ങനെ ചോദിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ സൗജന്യമായിട്ട് ക്ലാസ് ഉണ്ട്. ഇതിൽ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്കതിൽ പങ്കെടുക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നിങ്ങളത് പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവും. നിങ്ങളെ പകുതിക്ക് വെച്ച് ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ മതിയെന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്നവരെ, നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്നവരെ കൂടെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടത് നിങ്ങളൊപ്പം നിന്ന് പറഞ്ഞു തരും. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ളവർ അതിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ആ ഒരു രീതിയിലേക്ക് എത്തിക്കുന്നത് വരെ ഒപ്പം ഉണ്ടാവും. പിന്നെ ഇതിന് ചെയ്യേണ്ടതായ പല കാര്യങ്ങളുണ്ട്. അത് ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അത് നിങ്ങൾ ഈ ക്ലാസ് കേട്ടാലേ നിങ്ങൾക്കത് എങ്ങനെയാണെന്നുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം എങ്ങനെ വരിക എന്നുള്ളതും മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾ തീർച്ചയായിട്ടും ആ ക്ലാസ് കേൾക്കണം. സൗജന്യമായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്കത് കേട്ട് കഴിഞ്ഞാലേ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ, താല്പര്യമുള്ളുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക.